Good evening, everyone. മൈത്രി ഡൽഹി യൂണിവേഴ്സിറ്റി കേരള സ്റ്റുഡൻസ് ഫ്രറ്റേണിറ്റി സംഘടിപ്പിക്കുന്ന UG അഡ്മിഷൻ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, രാജ്യത്തെ തന്നെ ഏറ്റവും ഉന്നത കലാലയങ്ങളിൽ ഒന്നായ ഡൽഹി സർവകലാശാലയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഈ പരിപാടിയിൽ ഒത്തുചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഡിയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആരംഭിച്ചത്. ഇവിടെ ഇന്ന് വന്നിട്ടുള്ള എല്ലാവരും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ ഒരുപാട് നാനാവിധ സംശയങ്ങളും ആശങ്കകളും നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നത് മൈത്രിയാണ്. മൈത്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളി വിദ്യാർത്ഥി കൂട്ടായ്മയാണ്. അപ്പോൾ ആദ്യമായി എല്ലാവരെയും ഹൃദ്യംഗമായി ഒന്നുകൂടിയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവിധ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു പരിപാടിയിൽ വളരെ മ്യൂച്വലായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. നിങ്ങളുടെ ആശങ്കകൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ആദ്യമേ തന്നെ മൈത്രിയെ കുറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൈത്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തലസ്ഥാന അന്തരീക്ഷത്തിൽ ഒരുപാട് വിദ്യാർത്ഥി സംഘടനകളും അതുപോലുള്ള കൂട്ടായ്മകളും ഉണ്ടെങ്കിൽ പോലും മൈത്രി എന്ന സംഘടന ഡീൽ ചെയ്യുന്നത് ഒരു വ്യത്യസ്ത ലെവലിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഹെൽപ്പ് ഡെസ്ക് തൊട്ട് ഗ്രാജുവേറ്റ് ആവുന്നത് വരെ അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളിലും ക്രിയാത്മകമായി എങ്ങനെ ഇടപെട്ട് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഡൽഹി മൈത്രി എന്ന സംഘടന പ്രാഥമികമായും ചെയ്യുന്നത്. ദർശനം ഒന്ന് സ്ലൈഡ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോ മൈത്രിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹലോ സിനാൻ, മ്യൂട്ട് ആണ്, അൺമ്യൂട്ട് ആക്കാമോ? ഹലോ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം മുതൽ ഒന്നുകൂടി ആരംഭിക്കാം. മൈത്രി എന്ന സംഘടനയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ തുടക്കം മുതൽ, അതായത് ഹെൽപ്പ് ഡെസ്ക് തൊട്ട് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ മറ്റു സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് വേണ്ട സപ്പോർട്ടും പിന്തുണയും അതുപോലെ തന്നെ അവരുടെ ആശങ്കകളൊക്കെ കൃത്യമായി പരിഹരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് മൈത്രി. ഓക്കെ, ഇന്ന് നമുക്കറിയാം, ഇതില് ഈ വെബിനാറ് ശ്രമിക്കാൻ വന്ന പലരും ചിലപ്പോൾ മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പില് അംഗങ്ങളായിരിക്കാം. അതുപോലെ തന്നെ മൈത്രിയുമായിട്ട് ബന്ധപ്പെട്ട പല യൂട്യൂബ് വീഡിയോസും പോസ്റ്റേഴ്സും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഡൽഹിയിലെ മറ്റു പല വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും മലയാളി ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ മൈത്രി കൂട്ടായ്മയാണ്. നമ്മള് ഫ്രഷേഴ്സ്, ഫെയർവെൽ, അതുപോലെ തന്നെ കൾച്ചറൽ ഈവന്റ്സ്, സ്പോർട്സ് എന്ന് തുടങ്ങി നമ്മുടെ മലയാളിത്വം ഡൽഹിയിലെ ആ ഒരു അന്തരീക്ഷത്തിൽ, നമുക്കറിയാം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ
ഒരുപാട് തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഡൽഹിയിൽ. പിന്നെ ആ ഒരു സമയത്തൊക്കെ നമുക്കൊരു മലയാളി കൂട്ടായ്മ, മലയാളി ഒരു ഐഡന്റിറ്റി ഉയർത്തിക്കൊണ്ട് തന്നെ മലയാളി കൂട്ടായ്മ ഒരു സംഘടിതമായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതൊക്കെ നമ്മൾ പരിശോധിച്ച് വേണ്ട ഇടപെടലുകൾ, ഈവൻ നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് ടൈംസിൽ ഡൽഹി കേരള ഗവൺമെന്റ് ഒക്കെ ആയിട്ട് പിന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ മൈത്രിക്ക് പിന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ മൈത്രി ഒരു സംഘടനയുടെ പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ചാല് പൂർണ്ണമായും വിദ്യാർത്ഥി പിന്നെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ മൈത്രി ആയിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം പൂർണ്ണമായും പിന്നെ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ നിങ്ങളുടെ എല്ലാവിധ ഗ്രീവൻസസും അതുപോലെ തന്നെ ക്വയറീസ് ഒക്കെ എണ്ണയിട്ട യന്ത്രം പോലെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് സംവിധാനം നമുക്കുണ്ട്. അപ്പോ പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട യാതൊരുവിധ പിന്നെ ലാഭോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതില്. പൂർണ്ണമായും നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നാം വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ദർശന സ്ലൈഡ് ചേഞ്ച് ചെയ്തോളൂ. പിന്നെ മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്ക് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മൈത്രി ഇത്രയും ഒരു കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങള്, പരിപാടികള്, അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡില്, പിന്നെ ട്വിറ്റർ ആയാലും പിന്നെ ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ഇവന്റ് പോലും റെക്കോർഡഡ് ആണ്. കുറച്ച് പേർക്ക് മാത്രം പരിമിതമായി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ ഇന്ന് നൽകുന്ന പിന്നെ ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ ഓറിയന്റേഷൻ പിന്നെ എത്തിക്കാൻ വേണ്ടി ഈ റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ യൂട്യൂബ് മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് എത്തിച്ച് നൽകുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മൈത്രി മുമ്പ് നടത്തിയ ഓറിയന്റേഷനുകളുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സും വരുന്നതാണ്. ദർശന അടുത്ത സ്ലൈഡ് ചേഞ്ച് ചെയ്തോളൂ. പിന്നെ മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 24 മണിക്കൂറും ഏതൊരു സമയത്തും പിന്നെ നിങ്ങളുടെ ക്വറീസും കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാവുന്നതാണ്. മൈത്രിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. മൈത്രി ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളുണ്ട്, UGക്കായാലും PGക്കായാലും. അപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ വാട്സപ്പില് ചാറ്റ് ബോക്സിൽ മൈത്രിയുടെ ഭാരവാഹികൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ, ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങളുടെ കൂടുതൽ ക്വയറീസ് അവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സും അവിടെ നൽകപ്പെടുന്നതായിരിക്കും. ദർശന പിന്നെ അതൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്ക്. പിന്നെ അടുത്ത സ്ലൈഡ്. ഓക്കെ, ഇനി നമുക്കറിയാം നാം എല്ലാവരും ഡൽഹി യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആണ്. ഇനി എന്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ വളരെ ചുരുങ്ങിയ ഒരു പിന്നെ സമയത്തിനുള്ളിൽ പറയുന്നത്. എനിക്കറിയാം എല്ലാവരും അക്ഷമരായി അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കുന്നതാണെന്ന്. അപ്പൊ എന്തായാലും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം രാജ്യ തലസ്ഥാനത്താണ് ഈ ഒരു നമ്മുടെ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അതോറിറ്റിയിലാണെങ്കിൽ പോലും ഏകദേശം 91ഓളം കോളേജസുകളിലായി ഡൽഹി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുകയാണ്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജസും വളരെയധികം റാങ്കിങ്ങിലും അതുപോലെ തന്നെ മറ്റു സ്ഫിയറിലൊക്കെ വളരെയധികം പിന്നെ മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങളാണ്. NIRF റാങ്കിങ്ങിൽ പോലും ഉയർന്ന റാങ്കുകൾ വാങ്ങുന്ന കോളേജസ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുണ്ട്. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അവർ നൽകുന്ന കോഴ്സസ് എന്തുകൊണ്ടാണ് നാട്ടിലെ കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുമായി വ്യത്യാസമാവുന്നത് എന്ന് നിങ്ങൾ പലരും പിന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓണേഴ്സ് ഡിഗ്രിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓണേഴ്സ് ഡിഗ്രി സാധാ ഡിഗ്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ വളരെ പിന്നെ സബ്ജക്ട് ഓറിയന്റഡ് ആയി, അതായത് വളരെ ഇന്റൻസീവ് ആയിട്ട് ഒരു സബ്ജക്റ്റിനെ ഇൻഡെപ്ത് ആയിട്ട് പിന്നെ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസ്, എന്റെ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പൊ നാട്ടിലുള്ള പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രിയുമായിട്ട് വ്യത്യാസമായി പിന്നെ ഡൽഹിയിൽ വളരെയധികം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ സ്റ്റഡീസുമായിട്ടൊക്കെ
ലിങ്ക് ചെയ്തുകൊണ്ട് പിന്നെ വളരെ ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യുന്ന കോഴ്സുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ കൂടുതൽ വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു ഡിഗ്രി പഠന കാലയളവിലാണ് നമ്മൾ പല പല കാര്യങ്ങളും പിന്നെ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോ അതിനൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ കോളേജിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഡൽഹി എന്ന തലസ്ഥാനം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ്. അവിടെ കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മറ്റെവിടെയും കിട്ടാത്തതാണ്. കേവലം യൂണിവേഴ്സിറ്റി ഒരു ക്ലാസ് റൂം പഠനത്തിനപ്പുറം എന്തുകൊണ്ടും ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വ്യക്തി വികാസത്തിനും അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റു മേഖലകളിൽ, അതായത് നിങ്ങളുടെ സർഗാത്മകമായ ക്രിയാത്മകമായ കായികപരമായുള്ള പിന്നെ കഴിവുകളും അതുപോലെ തന്നെ സവിശേഷതകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സൗകര്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഓരോ ഫാക്കൽറ്റിയും ഏറ്റവും രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു സിലബസിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഓണേഴ്സ് ഡിഗ്രി ആണ്. പിന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്റ്റഡീസിനായാലും അതുപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ ഉള്ള കോഴ്സസ് ആണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് സിലബസ് വരുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും ആശങ്ക ഉണ്ടാവും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ഒരു നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു യോഗ്യത. അപ്പോ CBSE സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസം രാജ്യത്തിന്റെ അകത്ത് തന്നെയുള്ള സർവകലാശാലകളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുറത്തുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോലും അംഗീകൃതമായ സിലബസ് ആണ്. അതുപോലെ തന്നെ സിലബസിന്റെ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത്. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നാനാവിധ പിന്നെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇന്ത്യക്കാരാണ്, നമുക്ക് പല വൈവിധ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു പിന്നെ ജീവിതമാണ് പിന്നെ നമുക്കൊക്കെ ഉള്ളത്. അപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സിറ്റി എന്നതിലപ്പുറം ഇന്ത്യയുടെ ഹൃദയഭാഗം നമുക്ക് തൊട്ടറിയാം എന്നുള്ള തരത്തിലേക്കാണ് അവിടെ എത്തിയാൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. കാരണം നാം ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ നമ്മളെ ഇതുവരെ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒക്കെ നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു പിന്നെന്താ പൊതുവിലുള്ള വിദ്യാർത്ഥി ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. പിന്നെ ഫാക്കൽറ്റീസും ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. നിങ്ങൾക്ക് ഓരോ കോളേജിന്റെ സൈറ്റിൽ കയറിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിന്റെ സൊസൈറ്റികളും അതുപോലെ തന്നെ അവിടെ നൽകുന്ന പിന്നെ മറ്റു ഈസി അതായത് പിന്നെ അതർ കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ പിന്നെ വളരെ മികച്ചതാണ്. ഓരോ കോളേജിലും അവരുടേതായ ഫെസ്റ്റുകളും അതുപോലെ തന്നെ പിന്നെ മറ്റു സൊസൈറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡിബേറ്റിംഗിൽ താല്പര്യമുണ്ടോ, ഡ്രാമയിൽ താല്പര്യമുണ്ടോ, പിന്നെ അതുപോലെ തന്നെ പാട്ട് പാടാൻ കഴിവുണ്ടോ, ഒക്കെ എല്ലാത്തിനും അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡൽഹി സർവകലാശാലയിൽ ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പോ +2 സയൻസ് പഠിച്ചവർക്ക് സയൻസ് തന്നെയാണ് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കൊമേഴ്സ് പഠിച്ചവർക്ക് ചിലപ്പോൾ ഹ്യൂമാനിറ്റീസിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോലും ഇൻഡെക്സ് മാർക്കിന്റെ ഒക്കെ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടുണ്ട് കോഴ്സുകൾ മാറിയെടുക്കാനൊക്കെ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾ ഏത് +2 നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു വന്ന ഒരാളാണെങ്കിൽ പോലും പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏതൊരു കോളേജിലും ഏതൊരു കോഴ്സും നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. പിന്നെ അതൊക്കെ ദർശന അതായത് അടുത്ത പിന്നെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തുകൊണ്ട് ദർശന സംസാരിക്കുന്നതായിരിക്കും. ഞാൻ പൊതുവായി പറഞ്ഞു വന്നത് ഈ ഒരു സൗകര്യം, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഉള്ള കോഴ്സ് ഏതൊരു ബാക്ക്ഗ്രൗണ്ട് ആയാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുള്ള കോളേജസും അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതകളൊക്കെ അതിനുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാം. ഏതൊരു കാര്യങ്ങളും നമ്മൾ പിന്നെ കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മറ്റൊരു പ്രത്യേകത നാട്ടിൽ കിട്ടാത്ത വേറെ പല സൗകര്യങ്ങളും നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. നിങ്ങൾക്കിപ്പോ ഫോറിൻ ലാംഗ്വേജ് ആയാലും അതുപോലെ തന്നെ
മറ്റു അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് പാർട്ട് ടൈം ആയിട്ട് നിങ്ങളുടെ മെയിൻ കോഴ്സിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. പിന്നെ ഫ്രഞ്ച് ആയാലും ജർമ്മൻ ആയാലും സ്പാനിഷ് ആയാലും അങ്ങനെ പല പല ലാംഗ്വേജ് കോഴ്സ് ആയാലും സ്കിൽ ബേസ്ഡ് കോഴ്സസ് ആയാലും ഉണ്ട്. അപ്പോ ഈ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്കറിയാം ഓണേഴ്സ് ഡിഗ്രി അതായത് 3 ഇയർ ഡിഗ്രിയിൽ പിന്നെ തളക്കപ്പെടാതെ നിങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരാൻ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സും അതുപോലെ തന്നെ ഒരു ഇന്റലക്ച്വൽ ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഡൽഹിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറും പിന്നെ ചലനാത്മകമായി പ്രവർത്തിക്കുന്ന ലൈബ്രറികളുണ്ട് ഡൽഹിയിൽ. അതുപോലെ തന്നെ മറ്റു സംഘടനകളുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു നിങ്ങൾക്ക് വേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പിന്നെ പ്രത്യേകത ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ. ദർശന അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇത് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള ചില ടോപ്പ് കോളേജസ് ആണ്. നമുക്ക് അറിയാവുന്നതുപോലെ നോർത്ത് ക്യാമ്പസ് ആയിട്ടും സൗത്ത് ക്യാമ്പസ് ആയിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി ഡിവൈഡഡ് ആണ്. പിന്നെ നോർത്ത് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ട്രീറ്റിന്റെ ചുറ്റുമാണ് പല പല കോളേജസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ ഒരു ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. പിന്നെ പല കോളേജസ് പല സ്ട്രീമുകളിലായിട്ട് വരുന്ന കോഴ്സുകൾ പഠിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വൈവിധ്യമാർന്ന ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആണ് ഈ ഒരു നോർത്ത് ക്യാമ്പസിന്റെ പ്രത്യേകത. നമുക്കറിയാം രാജ്യത്തെ തന്നെ ഏറ്റവും ഉന്നത തലസ്ഥാനങ്ങൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉള്ള പട്ടികകൾ എടുത്തു നോക്കിയാൽ നോർത്ത് ക്യാമ്പസിലുള്ള പല പിന്നെ കോളേജസുകളും നമുക്ക് നോക്കാം. ഇപ്പൊ സെന്റ് സ്റ്റീഫൻസിലായാലും മിറാൻഡ ഹൗസ് ആയാലും പിന്നെ SRCC ഒക്കെ നമുക്കറിയാം കൊമേഴ്സ് ബേസ്ഡ് കോളേജസിലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമാണ് SRCC. പിന്നെ അവിടെയുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹിന്ദു കോളേജ്, ഹൻസ്രാജ്, രാംജാസ്, കിരോരിമാൽ, ദൗലത് റാം കോളേജ് ഫോർ വുമൻ, ഇന്ദ്രപ്രസ്ഥ കോളേജ് ഫോർ വുമൻ, അതുപോലെ തന്നെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇതൊക്കെ നോർത്ത് ക്യാമ്പസിന്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം ഒരുപാട് ഫേമസ് ആയിട്ടുള്ള അലുമിനീസ് ഒക്കെ പഠിച്ച സ്ഥാപനങ്ങളായിരിക്കും ഇത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരും അതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സും MP-മാരും പിന്നെ മറ്റു മേഖലകളിൽ ഒക്കെ കഴിവ് തെളിയിച്ച പ്രതിഭകളെ വാർത്തെടുത്ത സ്ഥാപനങ്ങളാണ് ഇത്. അപ്പൊ നാളെ പിന്നെ വളർന്നു വരുന്ന പ്രതിഭകളായ ആരെങ്കിലും ഈ ഒരു കോളേജസിന് ഇനിയും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ക്യാമ്പസിന്റെ കോളേജിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഞാൻ സൗത്ത് ക്യാമ്പസിനെ തീരെ അവോയ്ഡ് ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം സൗത്ത് കോളേജ് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ചില കോഴ്സുകൾ ചിലപ്പോൾ പിന്നെ നോർത്ത് ക്യാമ്പസിനെക്കാട്ടും വ്യക്തമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നല്ല ഫാക്കൽറ്റികൾ ഉള്ളത് സൗത്ത് ക്യാമ്പസിലായിരിക്കും. നമുക്കറിയാം ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ, ശ്രീ വെങ്കടേശ്വര കോളേജ്, അതുപോലെ തന്നെ എന്ന് തുടങ്ങി ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ്, അതുപോലെ തന്നെ മൈത്രി, JMC, കോളേജ് ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് തുടങ്ങിയ ഗാർഗി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സൗത്ത് ക്യാമ്പസിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോർത്ത് ക്യാമ്പസിൽ പഠിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ തന്നെയാണ് എല്ലാവിധ കോളേജസും ഉള്ളത്. ആത്യന്തികമായിട്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരിക്കലും കോളേജിന്റെ പേരിലല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹെൽപ്പ് ഡെസ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ പല പേരൻസും വിദ്യാർത്ഥികളും പിന്നെ വളരെയധികം ആശങ്കാലുകരായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഏത് കോളേജിലാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്, ഏത് കോളേജിൽ പഠിച്ചാലാണ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറ് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഏതൊരു കോളേജ് എടുത്താലും പിന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണ് എല്ലായിടത്തും ലഭിക്കുന്നത്. ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാൻഡേർഡ് എല്ലാ കോളേജസും കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. LSR പോലുള്ള കോളേജുകളൊക്കെ പിന്നെ വിമൻസ് കോളേജാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും സേഫായി അതുപോലെ തന്നെ ഏറ്റവും ക്രിയാത്മകമായിട്ട് നിങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് സൗത്ത് ക്യാമ്പസിലായാലും നോർത്ത് ക്യാമ്പസിലായാലും. ദർശന സ്ലൈഡ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം യൂണിവേഴ്സിറ്റി അഡ്മിഷൻ മിന്നാന്ന് തൊട്ട് അതായത് 2-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള കൂടുതൽ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് മൈത്രി എന്ന സംഘടനയുടെ പ്രസിഡന്റായ
ദർശന നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട ക്വറീസ് ഒക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നൽകി കഴിഞ്ഞാൽ മൈത്രിയുടെ ഭാരവാഹികൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഇനി ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ക്വറീസ് പിന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ മൈത്രി ഹെൽപ്പ് ഡെസ്കിലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. മൈത്രി ഹെൽപ്പ് ഡെസ്കിന്റെ നിങ്ങൾ ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് ചാറ്റ് ബോക്സിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഇടും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനി തുടർന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം. ലാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു Q&A സെഷൻ ഉണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ദർശനയെ ക്ഷണിക്കുകയാണ്. ദർശന പ്ലീസ്. താങ്ക് യു സോ മച്ച് സിനാൻ. ഓഡിബിൾ ആണോ? അതെ, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോ ഇത്രയും നേരം സിനാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏകദേശമുള്ള ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റിയുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി മുതൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു വർഷത്തെ UG ആപ്ലിക്കേഷൻ പോർട്ടലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അപ്പോ നേരത്തെ സ്ലൈഡിൽ കാണിച്ചതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ ഏകദേശം 91 കോളേജസ് ആണ് വരുന്നത്. അതും ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കോളേജസ് ആയിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ട് കിടക്കുന്നതാണ്. പക്ഷേ DUന്റെ UG അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ് ആണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് കോളേജിൽ അപ്ലൈ ചെയ്യാനും ഏതൊരു കോഴ്സിന് അപ്ലൈ ചെയ്യാനും നിങ്ങൾ ആക്സസ് ചെയ്യേണ്ടത് ഒറ്റ പോർട്ടലാണ്. ആ പോർട്ടലിന്റെ ലിങ്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതായത് ugadmission.uod.ac.in. ഈ ഒരു ലിങ്ക് ആണ് ഈ വർഷത്തെ UG ആപ്ലിക്കേഷൻ പോർട്ടൽ വരുന്നത്. സോ പോർട്ടൽ August 2 ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ August 31 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ. അപ്പോ ഇതുവരെ യൂണിവേഴ്സിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് August 31 വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇനിയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. എനിവേ August 31 വരെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് നമ്മൾ റെഗുലർ ആയിട്ട് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ മൈത്രിയുടെ സോഷ്യൽ മീഡിയ പേജസിലും ഇടാറുണ്ട്. സോ ഇൻ കേസ് അത് മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. അതേപോലെ മൈത്രിയുടെ സോഷ്യൽ മീഡിയ പേജസും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വർഷത്തെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 31 ഓഗസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുമോ, അതോ ലാസ്റ്റ് ഡേറ്റ് രജിസ്റ്റർ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, നമ്മൾ ബാക്കിലായി പോകുമോ എന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അങ്ങനെ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു പ്രയോറിറ്റി, അങ്ങനെ ഒരു ഗൈഡ് ലൈൻസ് ഒന്നും ഇല്ല. സോ August 2 മുതൽ 31 വരെയുള്ള ടൈമിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി ബേസിക് ആയിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൂടെ അടയ്ക്കണം. അപ്പൊ രജിസ്ട്രേഷൻ ഫീസ് ഫോർ മെറിറ്റ് ബേസ്ഡ് കോഴ്സസ് UR OBC ആൻഡ് EWS കാറ്റഗറിക്ക് വരുന്നത് 250 റുപ്പീസ് ആണ്. അതേപോലെ SC ST PWD കാറ്റഗറിക്ക് വരുന്നത് 100 റുപ്പീസ് ആണ്. അതേപോലെ ECA ആൻഡ് സ്പോർട്സ് ക്വാട്ടയിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു അഡീഷണൽ രജിസ്ട്രേഷൻ ഫീ വരുന്നത് 100 റുപ്പീസ് ആണ്. ഓക്കെ, ECA സ്പോർട്സ് ക്വാട്ടയെ പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ECA ഇൻക്ലൂഡ്സ് NSS NCC, അതേപോലെ ടോട്ടൽ ആയിട്ട് ഒരു 14 ഐറ്റംസ് ആണ് ECAയിൽ വരുന്നത്. അത് മ്യൂസിക്, അതേപോലെ ഡാൻസ്, ഡിബേറ്റ്, അങ്ങനെ പലതരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും NSS NCC ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോട്ട ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ECA അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വഴി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അത് മെറിറ്റിന്റെ കൂടെ വരുന്ന ഒരു എക്സ്ട്രാ ബോണസ് പോയിന്റ്സ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള മാർക്കായിട്ടോ, ബെനിഫിറ്റ് ആയിട്ടോ, വെയിറ്റേജ് ആയിട്ടോ ഒന്നുമല്ല. ECA സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ECA സ്പോർട്സിൽ അപ്ലൈ ചെയ്യുന്നവരെ സെലക്ട് ആക്കാം? അപ്പോൾ ഈ വർഷം എന്തായാലും ഓൺലൈൻ ആണ് കംപ്ലീറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്കലി ഡൽഹി വരെ പോയി സ്പോർട്സിന്റെയോ അല്ലെങ്കിൽ ECAയുടെയോ ട്രയൽസ് നടത്തേണ്ടി വരില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓൺലൈൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിന്റെ ബേസിസിലാണ് ഇവര് ECA സ്പോർട്സിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ആയാലും നിങ്ങൾ UG പ്രോസ്പെക്ടസ് നോക്കിയാൽ മനസ്സിലാകും, അവരൊരു പോയിന്റ്സ് ടേബിൾ പോലെ ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ ലെവൽ അസൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്പോർട്സിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ലെവൽ ABCD അങ്ങനെ 4 ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലെവൽ എയിൽ പെടുന്ന സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്സ് ആണ്. ഇപ്പൊ വേൾഡ് ചാമ്പ്യൻഷിപ്സ് അതേപോലെ ഒളിമ്പിക്സ് ഒക്കെയാണ് ലെവൽ എയിൽ പെടുന്നത്. അപ്പൊ ലെവൽ എയിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു പ്രോസസ്സും ആവശ്യമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷന് ക്വാളിഫൈ ആവുന്നതാണ്. ബാക്കിയുള്ള ലെവൽ BCD എന്ന് പറയുന്നത് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, അതേപോലെ സോണൽ ലെവൽ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലെവൽസിലാണ് ഈ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഏത് ലെവലിലാണോ പെടുന്നത് ആ ലെവലിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് അവാർഡ് ചെയ്യും. അതിന്റെ ബേസിസിൽ യൂണിവേഴ്സിറ്റി ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും അതിന്റെ ബേസിസിലാണ് പിന്നെ ECA അല്ലെങ്കിൽ സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള കോട്ട അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മെറിറ്റ് ബേസ്ഡ് അഡ്മിഷന്റെ നോർമൽ കട്ട് ഓഫ് പ്രോസസ് അല്ല ഫോളോ ചെയ്യുന്നത്, ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോട്ട ബേസ്ഡ് അഡ്മിഷൻ ആണ്. അപ്പം അതിന്റെ ECA സ്പോർട്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് 100 rupees പേ ചെയ്യണം. അടുത്ത സെക്ഷൻ വരുവാണെങ്കിൽ എൻട്രൻസ് ബേസ്ഡ് കോഴ്സസ് ആണ്. അതിന് അൺറിസർവ്ഡ് OBC EWS കാറ്റഗറിക്ക് 750 SC ST PWD കാറ്റഗറീസിന് 300 rupees ആണ് എക്സ്ട്രാ ആയിട്ടുള്ള എൻട്രൻസ് ബേസ്ഡ് പ്രോഗ്രാംസിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പറയുന്നത് DU ഓഫർ ചെയ്യുന്നത് 13 കോഴ്സസ് ആണ്. അതിൽ ഫിസിയോതെറപ്പി, അതേപോലെ BBA, BMS, ബിസിനസ് എക്കണോമിക്സ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏകദേശം ഒരു 13 കോഴ്സസ് മാത്രമാണ് എൻട്രൻസ് ബേസ്ഡിൽ DU പ്രൊവൈഡ് ചെയ്യുന്നത്. അതും എൻട്രൻസ് നടത്തുന്നത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് നടത്തുന്നത്. സോ ഇൻ കേസ് നിങ്ങൾ എൻട്രൻസ് ബേസ്ഡ് പ്രോഗ്രാംസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഈ എൻട്രൻസിന്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണമെങ്കിൽ NTA വെബ്സൈറ്റിൽ പോയാൽ ഡൗൺലോഡ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, പിന്നെ അഡ്മിഷൻ ക്യാൻസലേഷൻ ഫീ വരുന്നത് 1000 rupees ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇപ്പോൾ മെറിറ്റ് ഉണ്ട്, അതേപോലെ ECA സ്പോർട്സ് ഉണ്ട്, എൻട്രൻസ് ബേസ്ഡ് ഉണ്ട്, അപ്പോൾ 3 തരത്തിലെ അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണോ? വേണ്ട. നമ്മൾ ഏത് കാറ്റഗറി ആണെങ്കിലും ഒരേ അഡ്മിഷൻ പോർട്ടൽ, ഞാൻ നേരത്തെ സ്ലൈഡിൽ കാണിച്ച ഒരു UG അഡ്മിഷൻ പോർട്ടൽ വഴി തന്നെയാണ് ഏത് കാറ്റഗറിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇനി ബേസിക് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ആപ്ലിക്കന്റ്, അതും ഓരോ സർട്ടിഫിക്കറ്റിനും നിങ്ങൾ ഏത് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതേപോലെ ഫയൽ സൈസ് എത്രയായിരിക്കണം എന്നൊക്കെ UG പ്രോസ്പെക്ടസിൽ സ്പെസിഫൈഡ് ആണ്. അതേപോലെ നിങ്ങൾ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അവിടെ ഈ ഫുൾ ഡീറ്റെയിൽസ് സ്പെസിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫയൽ സൈസിനുള്ള, അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 10 to 50 KB, അതേപോലെ JPG, PNG ഫോർമാറ്റ്, ഇങ്ങനത്തെ ഫോർമാറ്റ്സ് ഇവർ സ്പെസിഫൈ ചെയ്ത ഫോർമാറ്റ്സ് മാത്രമേ UG പോർട്ടൽ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇൻ കേസ് ഈ ഫയൽ സൈസ് കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഫോർമാറ്റ് ആണ് നോക്കുന്നെങ്കിൽ അത് UG പോർട്ടൽ അക്സെപ്റ്റ് ചെയ്യുകയില്ല. സോ കറക്റ്റ് ഫോർമാറ്റിൽ നിങ്ങൾ ഫയൽ സൈസ് ഒക്കെ റീസൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി ഓരോ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിന് കൂടെ സ്കാൻഡ് സിഗ്നേച്ചറും വേണ്ടിവരും. അതിന്റെ ഒപ്പം ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ്, ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതേപോലെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ക്ലാസ് 12 മാർക്ക് ഷീറ്റ്. സോ ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് എല്ലാവരുടെയും റിസൾട്ട്സ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഹാർഡ് കോപ്പി ആയിട്ടുള്ള, അതായത് ഹാർഡ് കോപ്പി ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഇഷ്യൂ ആയിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഓർത്ത് നിങ്ങൾ വറിയാവണ്ട. എന്താണോ നിങ്ങളുടെ ബോർഡിന്റെ സൈറ്റിൽ വന്നിട്ടുള്ള മാർക്ക് ഷീറ്റ്, സോ നിങ്ങളുടെ ബോർഡിന്റെ സൈറ്റിൽ ഡിസ്പ്ലേഡ് ആയിട്ടുള്ള ഓൺലൈൻ ആയിട്ടുള്ള മാർക്ക് ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. CBSE സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ ഡിജി ലോക്കർ ആപ്പ് വഴി നിങ്ങൾക്ക് CBSEയുടെ ക്ലാസ് 12 സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിന്റെ കോപ്പി എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് കാസ്റ്റ് ബേസ്ഡ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പൊ SC ST OBC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുത്തു വെക്കാം. അതേപോലെ PWD സർട്ടിഫിക്കറ്റ്സ്, അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്.
പിന്നെ സി ഡബ്ല്യു എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സസ് പേഴ്സണൽ. അപ്പോൾ ബേസിക്കലി ഡിഫൻസ് കോട്ടയാണ്. അപ്പോൾ CW കാറ്റഗറിയിൽ ഡിഫറെന്റ് പ്രയോറിറ്റി വൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് UG പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്പെസിഫിക് ആയിട്ട് കാറ്റഗറി വൈസ് സർട്ടിഫിക്കറ്റ്സിന്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ മൈത്രി അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ CW കാറ്റഗറിയിലാണെങ്കിൽ എഡ്യൂക്കേഷണൽ കൺസെഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിന്റെ ഫോർമാറ്റ്സ് UGയുടെ പ്രോസ്പെക്ടസിലുണ്ട്. KM എന്ന് പറയുന്നത് കശ്മീരി മൈഗ്രൻസ് ആണ്. സോ നിങ്ങളുടെ കാറ്റഗറിയുടെ റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണോ അതൊക്കെ പറഞ്ഞ ഫയൽ സൈസിലും ഫോർമാറ്റിലും അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, 6th പോയിന്റ് നോക്കുവാണെങ്കിൽ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ള പോയിന്റ്സ് ഉണ്ട്. അപ്പൊ OBC കാറ്റഗറിയിൽ റിസർവേഷൻ അവൈൽ ചെയ്യണമെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. OBC NCL ഉള്ളവർക്ക് മാത്രമേ കട്ട് ഓഫിലും അതേപോലെ ബാക്കിയുള്ള റിസർവേഷൻസും റിലാക്സേഷൻസും അവൈൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ് ഇറ്റ് ഷുഡ് ബി ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ March 31, 2021. അപ്പൊ March 31 അതിന് ശേഷമോ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാൻ. പിന്നെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാസ്റ്റ് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBC. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന ആ ഒരു ലിങ്കിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കാസ്റ്റ് സെൻട്രൽ ലിസ്റ്റ് ഓഫ് OBCയിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് തന്നെ ആയിരിക്കണം OBC NCL മെൻഷൻഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ് നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചത് എന്തെങ്കിലും ആണ്, അതായത് March 31 മുന്നേ എടുത്തതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് പുതിയതായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഒരു OBC NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അക്നോളജ്മെന്റ് സ്ലിപ്പ് അല്ലെങ്കിൽ ഒരു റെസിപ്റ്റ്, അപ്ലൈ ചെയ്തതിന്റെ ഒരു റെസിപ്റ്റ് ആയാലും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്മിഷന്റെ ടൈമിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, അതേപോലെയാണ് അടുത്തത് EWS സർട്ടിഫിക്കറ്റും കമ്പീറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് മേടിക്കുക. അതും ഡേറ്റ് ശ്രദ്ധിക്കുക, March 31, 2021 ഓർ ലേറ്റർ. ഓക്കെ, അതേപോലെ ECA അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസ് അപ്ലോഡ് ചെയ്യാം. BA ഓണേഴ്സ് മ്യൂസിക്കിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ് റെക്കോർഡ് ചെയ്ത് അത് ഒരു യൂട്യൂബിൽ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ട് അതിന്റെ ലിങ്കും കൂടെ അറ്റാച്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതേപോലെ ലാസ്റ്റ് പോയിന്റ് നോക്കുവാണെങ്കിൽ BSc ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്. ഇത് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ്. ഇതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ ടെസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ആണ്. യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെയും അതേപോലെ പേരൻസിന്റെയും പേരും ഇനീഷ്യലും ഒക്കെ എല്ലാ ഡോക്യുമെന്റ്സിലും കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ റിജക്റ്റ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഡോക്യുമെന്റ്സിലെ പേര് വരുന്ന രീതി അതേപോലെ ഇനീഷ്യൽസിന്റെ പ്ലേസിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ August 31 വരെ രജിസ്ട്രേഷൻ ടൈം ഉണ്ട്. സോ അതിന് മുന്നേ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന്റെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ്, ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അക്ഷയ സെന്ററിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള NCL തന്നെ മേടിക്കണം. അതും ഇഷ്യൂയിങ് ഓഫീസർ തഹസിൽദാർ ആയിരിക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതും അതേപോലെ തഹസിൽദാർ സൈൻ ചെയ്ത നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് വേണം മേടിക്കാൻ. അത് March 31 ഓർ ആഫ്റ്റർ ഇഷ്യൂ ചെയ്തത് തന്നെ ആയിരിക്കണം. സോ ഇൻ കേസ് നിങ്ങൾക്ക് അപ്ലിക്കേഷന്റെ ആ ടൈമിനുള്ളിൽ കിട്ടില്ല എന്നാണെങ്കിൽ അതിന് അപ്ലൈ ചെയ്തിട്ടുള്ള അക്നോളജ്മെന്റ് സ്ലിപ്പ് വെച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് അഡ്മിഷന്റെ ടൈമിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഈ സ്ലൈഡിൽ കാണുന്ന ഒരു ടേം BFS നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി അന്വേഷിക്കുന്ന എല്ലാവരും
കേൾക്കുന്ന റിപ്പീറ്റഡ്ലി ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സ് ആയാലും പേരൻസ് ആയാലും ആസ്പിറൻസ് ആയാലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേം ആണ് BFS. അപ്പൊ എന്താണ് ഈ BFS? BFS എന്ന് പറയുന്നത് ബെസ്റ്റ് 4 സബ്ജക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ബെസ്റ്റ് 4 സബ്ജക്ട്സ് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കോമ്പിനേഷൻ ഓഫ് 4 സബ്ജക്ട്സ് ഓഫ് ലിസ്റ്റ് A and B. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളെ വീണ്ടും കൺഫ്യൂസ് ആക്കി. ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ആക്കി പറയാം. സോ നിങ്ങൾ ക്ലാസ് 12 പഠിച്ച ഏകദേശം ഒരു 6 സബ്ജക്ട് ഉണ്ടാവും. ചില ബോർഡുകാർ 5 സബ്ജക്ട് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. അപ്പൊ മറ്റ് യൂണിവേഴ്സിറ്റികളിലെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിന്റെയും പെർസെൻറ്റേജ് നോക്കിയിട്ടല്ല. ഓക്കെ, അപ്പൊ യൂഷ്വലി വരുന്നത് നിങ്ങളുടെ ബെസ്റ്റ് 4 സബ്ജക്ട്സിന്റെ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. അപ്പൊ ഇതും അത്ര സിമ്പിൾ അല്ല, കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഒക്കെ ഉണ്ട്. നേരത്തെ സിനാൻ പറഞ്ഞതുപോലെ ഓരോ കോഴ്സസിനും അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പൊതുവെ പറയുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സസ്, ഇപ്പോൾ DU ഓഫർ ചെയ്യുന്ന BA ഓണേഴ്സ്, BA പ്രോഗ്രാം, അതേപോലെ BCom, ഇത്രയും കോഴ്സസിന് ബെസ്റ്റ് 4 സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ മെറിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ബെസ്റ്റ് 4ൽ തന്നെ ഏത് 4 വിഷയം എടുക്കണം, അതേപോലെ ഇംഗ്ലീഷ് കൂട്ടാമോ മലയാളം കൂട്ടാമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്ന് അറിയാം. അതൊക്കെ നമുക്ക് പതിയെ ക്ലാരിഫൈ ആക്കി പോകാം. അപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് കോഴ്സ് ആണോ അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് ചെക്ക് ചെയ്യാനായിട്ട് ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബെസ്റ്റ് 4 സബ്ജക്ട്സ് ആണെങ്കിലും അതിൽ ഇംഗ്ലീഷ് എടുക്കാമോ അല്ലെങ്കിൽ ഹിന്ദി ആണോ വരുന്നത്, മലയാളം കാൽക്കുലേറ്റ് ചെയ്യാമോ, എല്ലാം ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ലിങ്കിൽ പോയി ചെക്ക് ചെയ്താൽ മെൻഷൻഡ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ബെസ്റ്റ് 4 സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ച സബ്ജക്ട്സിൽ ഇപ്പോൾ 1 ലാംഗ്വേജും അതേപോലെ 3 ബെസ്റ്റ് സ്കോറിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ സബ്ജക്ട്സിന്റെ ആവറേജ് എടുത്തിട്ടാണ് നിങ്ങളുടെ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എഴുതിയതുപോലെ കോമ്പിനേഷൻ ഓഫ് 4 സബ്ജക്ട്സ് ഓഫ് ലിസ്റ്റ് A and B. അപ്പൊ ലിസ്റ്റ് A and B എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ലിസ്റ്റ് A വരുന്നത് യൂഷ്വലി ലാംഗ്വേജ് സബ്ജക്ട്സ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, അസാമീസ് കോർ എലക്റ്റീവ്, അതേപോലെ മലയാളം കോർ എലക്റ്റീവ്, അങ്ങനെ മോസ്റ്റ് ഓഫ് ദ സബ്ജക്ട്സ് ലാംഗ്വേജസിൽ കോറും എലക്റ്റീവ് ആയിട്ടും ഡിവൈഡഡ് ആയിട്ട് ലിസ്റ്റ് എയിൽ കവേർഡ് ആണ്. ലിസ്റ്റ് B നോക്കുവാണെങ്കിൽ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സൈക്കോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ മറ്റ് അക്കാഡമിക് സബ്ജക്ട്സ് ആണ് ലിസ്റ്റ് Bയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് 4 സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ലാംഗ്വേജ് സബ്ജക്ട്സിലെ ഒരെണ്ണം, അതേപോലെ 3 അക്കാഡമിക് ഓർ എലക്റ്റീവ് സബ്ജക്ട്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതും ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നത് എല്ലാ കോഴ്സിനും ഒരേപോലെ അല്ല. അതാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്തിട്ട് വേണം ബെസ്റ്റ് 4 സബ്ജക്ട്സ് ആണോ എന്ന് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പം ഇതിലും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ചില പോയിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഓൺലി +2 മാർക്ക് ഇസ് ആഡഡ്. അപ്പോൾ CBSEക്ക് ആണെങ്കിൽ മാർക്ക് ഷീറ്റിൽ +2 മാർക്സ് ആയിരിക്കും. പക്ഷെ കേരള സ്റ്റേറ്റ് ബോർഡുകാരുടെ യൂഷ്വലി അല്ലെങ്കിൽ വേറെ ബോർഡിന്റെ ഒക്കെ നമ്മൾ മാർക്ക് ഷീറ്റ്സ് നോക്കുന്ന ടൈമിൽ മാർക്ക് ഷീറ്റ്സിൽ +1, +2, ഗ്രാൻഡ് ടോട്ടൽ, അങ്ങനെ 3 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ആയി കാണാം അല്ലെ. ഫസ്റ്റ് ഇയർ ഉണ്ടാവും, സെക്കൻഡ് ഇയർ ഉണ്ടാവും, പിന്നെ ഗ്രാൻഡ് ടോട്ടൽ, അങ്ങനെ 3 സെക്ഷൻ ആയിട്ടുള്ള മാർക്ക് ഷീറ്റ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുക +2 മാർക്ക് മാത്രമാണ്. ഓക്കെ, ഏത് ബോർഡ് ആണെങ്കിലും നിങ്ങളുടെ +2 മാർക്ക് മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യുള്ളൂ. സോ നിങ്ങൾ മാർക്ക് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ +2 മാർക്ക് മാത്രം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അതിലും പഠിച്ച എല്ലാ വിഷയങ്ങളുടെയും സബ്ജക്റ്റിന്റെ മാർക്ക് എൻറ്റർ ചെയ്യുക, തിയറി ആൻഡ് പ്രാക്ടിക്കൽ. അപ്പൊ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, CE മാർക്ക് ഇസ് എക്സ്ക്ലൂഡഡ്. സോ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങളുടെ CE മാർക്ക് അതേപോലെ ഇന്റേണൽസിന്റെ മാർക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യില്ല, അത് കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ മാർക്ക് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ +2ലെ അതായത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടിയ തിയറി ആൻഡ് പ്രാക്ടിക്കൽ മാർക്സ് മാത്രം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കാം, 70-30 കൺവേർഷൻ ഫോർ തിയറി ആൻഡ് പ്രാക്ടിക്കൽ. ഇപ്പൊ യൂഷ്വലി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അപ്ലിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് തിയറി ആൻഡ് പ്രാക്ടിക്കലിന്റെ ഡിവിഷൻ 70-30 എന്നാണ് അവർ പറയുന്ന ആ ഒരു ഡിവിഷൻ വരുന്നത്. പക്ഷെ ചിലപ്പോ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ 70-30 എന്നായിരിക്കണം എന്നില്ല. ഇപ്പോ കേരള സ്റ്റേറ്റ് ബോർഡുകാരുടെ മാർക്ക് ഷീറ്റിൽ നോക്കുവാണെങ്കിൽ തിയറി 60-ലും പ്രാക്ടിക്കൽ 40-ലും ആണ് നമുക്ക് കാണാൻ കഴിയുക. സോ അവിടെ 60-40 എന്ന് പറഞ്ഞൊരു
കാൽക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവിഷനിലാണ് നമ്മുടെ മാർക്ക് ഷീറ്റ്സിൽ ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഒന്നും വറി ആവണ്ട. എങ്ങനെയാണോ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്സിലുള്ളത് ആ ഒരു രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാം. ഓക്കെ, സോ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ കേരള സ്റ്റേറ്റ് ബോർഡിലാണെങ്കിൽ ലാംഗ്വേജ് സബ്ജക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് അതേപോലെ ഹിന്ദിക്കൊക്കെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങളുടെ തിയറി വിൽ ബി ഔട്ട് ഓഫ് 80. അതായത് സി മാർക്ക് ഒഴിവാക്കിയിട്ട് തിയറി മാത്രം എൻറ്റർ ചെയ്യുമ്പോൾ തിയറി വിൽ ബി ഔട്ട് ഓഫ് 80. ഓക്കെ, പിന്നെ ഇനി പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സ് ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്ട്സ് 60-40 എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനിൽ തന്നെ എങ്ങനെയാണോ മാർക്ക് ഷീറ്റിൽ കൊടുത്തിട്ടുള്ളത് സി മാർക്ക് ഒഴിവാക്കിയിട്ട് +2 മാത്രം തിയറി ആൻഡ് പ്രാക്ടിക്കൽ എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ ആ സൈറ്റിന്റെ സോഫ്റ്റ്വെയർ പ്രകാരം അത് തന്നെ 70-30 റേഷ്യോയിലോട്ട് കൺവേർട്ട് ആക്കുന്നുണ്ട്. സോ നിങ്ങൾ 70-30 കൺവേർട്ട് ആക്കാനായിട്ടുള്ള ആ ഒരു ടെൻഷൻ ഒന്നും വേണ്ട. എങ്ങനെയാണോ മാർക്ക് ഷീറ്റ്സിലുള്ളത് അതുപോലെ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോ നേരത്തെ സ്ലൈഡിൽ നമ്മൾ BFSനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ BA ഓണേഴ്സ് BCom കോഴ്സസിനൊക്കെ ബെസ്റ്റ് 4 സബ്ജക്ട്സ് ആണ് മെറിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ചില സയൻസ് സബ്ജക്ട്സിന് ബെസ്റ്റ് 4 അല്ല നോക്കുന്നത്. ഇപ്പം BSc ഓണേഴ്സ് ഫിസിക്സിനാണെങ്കിൽ PCM അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഈ 3 സബ്ജക്ട്സിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ആയിരിക്കും മെറിറ്റിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ വേറെ സബ്ജക്ട്സ് ആണെങ്കിൽ PCB ഫിസിക്സ് കെമിസ്ട്രി ബയോ അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോ കെമിസ്ട്രി ബയോടെക്നോളജി അങ്ങനെ പല തരത്തിലുള്ള കോമ്പിനേഷനിൽ എലിജിബിലിറ്റി നമുക്ക് കാണാൻ കഴിയും. സോ ഏതാണോ നിങ്ങൾ കോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിന്റെ കോമൺ ആയിട്ട് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ സ്ലൈഡിൽ ആഡ് ആക്കിയതാണ്. BCom ഓണേഴ്സിനും അതേപോലെ എക്കണോമിക്സ് ഓണേഴ്സിനും മാത്സ് കമ്പൾസറി ആയിട്ട് നിങ്ങൾ 12th പഠിച്ചിരിക്കണം. മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ BCom ഓണേഴ്സിനും എക്കണോമിക്സ് ഓണേഴ്സിനും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവില്ല. ഓക്കെ, പിന്നെ ബട്ട് നോർമൽ BComന് മാത്സ് കമ്പൾസറി ആയിട്ട് വരുന്നില്ല. പക്ഷെ BCom ഓണേഴ്സിനും എക്കണോമിക്സ് ഓണേഴ്സിനും മാത്സ് കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ്, ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ഷോയിങ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഇക്വലൻസ്. ഓക്കെ, സോ ഈ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പ്രീവിയസ് സ്ലൈഡിൽ പോവാം. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് A ആൻഡ് ലിസ്റ്റ് B. ഇപ്പൊ ലിസ്റ്റ് എയിൽ ലാംഗ്വേജ് സബ്ജക്ട്സ് ഒരുപാടുണ്ട്, ലിസ്റ്റ് ബിയിൽ അക്കാഡമിക് സബ്ജക്ട്സ് കുറെ ഉണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്ട് ലിസ്റ്റ് ബിയിലോ ലിസ്റ്റ് എയിലോ ഇല്ലാത്തതുണ്ടെങ്കിൽ അതിനാണ് കണ്ടന്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടത്. സോ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്സ് എടുത്ത് ചെക്ക് ചെയ്യാം. സോ ഇപ്പൊ നിങ്ങൾ എക്കണോമിക്സ് ജോഗ്രഫി ഫിസിക്സ് അങ്ങനത്തെ സബ്ജക്ട്സ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അതിന്റെ നെയിംസ് ഒക്കെ ഓൾറെഡി ലിസ്റ്റ് ബിയിൽ മെൻഷൻഡ് ആണ്. അതേപോലെ ഇംഗ്ലീഷ് മലയാളം കേരള സ്റ്റേറ്റ് ബോർഡുകാർക്ക് മലയാളം എലക്റ്റീവ് ആണ്. സോ അത് ഓൾറെഡി മെൻഷൻഡ് ആയതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇൻ കേസ് നിങ്ങൾ പഠിച്ച ഏതൊരു സബ്ജക്ട്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ജേർണലിസം നിങ്ങൾ ക്ലാസ് 12ൽ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് എവിടെയും ലിസ്റ്റ് എയിലോ ലിസ്റ്റ് ബിയിലോ കാണുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രൊസീജിയർ പറയുവാണെങ്കിൽ നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഇപ്പൊ ജേർണലിസം ആണെങ്കിൽ അത് ലിസ്റ്റ് ബിയിൽ ഇല്ല. അപ്പോൾ NCERTയുടെ ക്ലാസ് 12 സിലബസിലെ ഏത് സബ്ജക്റ്റ് ആയിട്ടാണ് ജേർണലിസം ഇക്വലന്റ് ആക്കാന്ന് നോക്കാം. ഇപ്പൊ NCERT ക്ലാസ് 12 ജേർണലിസം ഉണ്ടെങ്കിൽ അതായിട്ടാണ് നമ്മൾ പഠിച്ച സബ്ജക്ട് ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പം ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതിന്റെ കൂടെ നിങ്ങൾ പഠിച്ച പേപ്പറിന്റെ സിലബസിന്റെ ഒരു കോപ്പി കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. സോ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഫോർമാറ്റോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, അല്ലെങ്കിൽ മൈത്രി മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ കാൻഡിഡേറ്റ്സ് ഫ്രം ബോർഡ്സ് അതർ ദാൻ CBSE. അപ്പൊ CBSE അല്ലാത്ത മറ്റ് ബോർഡിൽ പഠിക്കുന്ന ഇപ്പൊ കേരള സ്റ്റേറ്റ് ബോർഡ് പോലെയുള്ള ബോർഡ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. കുറെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്, എന്നാലും നോക്കാം. ഓക്കെ, കണ്ടന്റ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം.
ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് സ്റ്റഡീഡ് ബോട്ടണി ആൻഡ് സുവോളജി. ബോട്ടണി ആൻഡ് സുവോളജി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടാണ് നിങ്ങൾ ക്ലാസ് 12 പഠിച്ചിട്ടുണ്ടെങ്കിൽ UG അപ്ലിക്കേഷൻ പോർട്ടൽ ബയോളജി എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, നിങ്ങളുടെ അപ്ലിക്കേഷൻ പോർട്ടലിൽ മാർക്ക് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ ക്ലാസ് 12 അതായത് സെക്കൻഡ് ഇയറിലെ മാർക്സ് മാത്രം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതേപോലെ ഇന്റേണൽ അസസ്മെന്റ്സിന് കിട്ടിയ മാർക്ക് അതേപോലെ മാർക്ക് ഒന്നും കൺസിഡർ ചെയ്യില്ല. സോ തിയറി ആൻഡ് പ്രാക്ടിക്കൽ മാത്രം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ വളരെ ഈസി ആണ്, ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോസസ്സ് ഫിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു റഷും പാനിക്കും ഇല്ലാതെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓഗസ്റ്റ് 31 വരെ ഡേറ്റ് ഉണ്ട്. സോ അതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് ഫിൽ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ കറക്റ്റ് ഫോർമാറ്റിലാണെന്നും അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നും ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച ഒരു സ്ലൈഡിൽ ugadmission.uod.ac.in ആ ഒരു ലിങ്കിൽ കയറി കഴിയുമ്പോൾ കാണുന്ന പോർട്ടലിന്റെ വിൻഡോ ആണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID പാസ്വേഡും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇമെയിലും അതേപോലെ ഫോൺ നമ്പറിലും OTP വരും. അപ്പോൾ ആ OTP കൊടുത്തിട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇനി വരുന്ന എല്ലാ അഡ്മിഷൻ റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസും അതേപോലെ കൺഫർമേഷൻ മെയിൽസും ഫീ റെസിപ്റ്റും ഒക്കെ ആ ഇമെയിൽ IDയിലായിരിക്കും വരാം. ഓക്കെ, സോ നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുമ്പോൾ നിങ്ങളുടെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പോർട്ടൽ ഓപ്പൺ ആക്കി. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് നോക്കിയാൽ 1 2 3 4 5 6 7 8 സെക്ഷൻസ് വരുന്നുണ്ട് ടോട്ടൽ ആയിട്ട്. അതായത് പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക്, പിന്നെ എൻട്രൻസ്, സ്പോർട്സ്, ECA, അപ്ലോഡ്സ്, പ്രിവ്യൂ, ഫൈനൽ സബ്മിഷൻ. ഇങ്ങനെ 8 സെക്ഷൻ ആയിട്ടാണ് പോർട്ടൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെക്ഷൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങളുടെ പേര്, അതേപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ സിറ്റിസൺഷിപ്പ്, പിന്നെ കാറ്റഗറിയിൽ UR, OBC, NCL, അതേപോലെ SC, ST, EWS ഈ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ അടുത്ത ഒരു സെക്ഷൻ ആണ് അപ്ലൈ ടു മൈനോറിറ്റി കോളേജസ്. അപ്പൊ എന്താണ് ഈ മൈനോറിറ്റി കോളേജസ്? ഇപ്പൊ DUല് സിഖ് മൈനോറിറ്റി അതേപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് ഉണ്ട്. ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടുള്ള 2 കോളേജസ് ആണ് വരുന്നത്, ജീസസ് ആൻഡ് മേരി കോളേജും സെന്റ് സ്റ്റീഫൻസ് കോളേജും. സോ ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ പോർട്ടൽ കൂടി വരുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ബേസിക് ആയിട്ട് നമ്മൾ DUന്റെ അഡ്മിഷൻ പോർട്ടൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അപ്ലൈ ടു മൈനോറിറ്റി കോളേജ് ആസ് ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കുവാണെങ്കിൽ അപ്ലിക്കൻസ് ഇമെയിൽ, അതേപോലെ ഫോൺ നമ്പർ, ആധാർ നമ്പർ, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ആണ്. മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് ഓഫീസ് അഡ്രസ്, അതേപോലെ ഫാദറുടെ നെയിം, ഓക്യുപ്പേഷൻ, ഓഫീസ് അഡ്രസ്, മൊബൈൽ നമ്പർ. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം മോസ്റ്റ്ലി ഒരു പ്രാവശ്യം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ ഫിൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വാർഡ് കോട്ട? അപ്പൊ വാർഡ് കോട്ട എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് ആയിട്ടോ ഉള്ള ആൾക്കാരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കോട്ടയാണ്. സോ ഇൻ കേസ് ഇഫ് യു ആർ അപ്ലിക്കബിൾ ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യാം. ഇനി വരുന്നത് അതർ കാറ്റഗറി കോട്ടയാണ്. പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ്, PWD കാറ്റഗറി ആണെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അതേപോലെ CW കാറ്റഗറി, കശ്മീരി മൈഗ്രൻസ്, പ്രൈം മിനിസ്റ്റർ സ്പെഷ്യൽ സ്കോളർഷിപ്പ്, അതേപോലെ സിക്കിമി സ്റ്റുഡൻസിന്റെ കാറ്റഗറി. അപ്പം ഏതാണോ കാറ്റഗറി റെലവെന്റ് ആയിട്ട് വരുന്നത് അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് അഡ്രസ് ആണ്. അപ്പോൾ അഡ്രസ് നിങ്ങളുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും കൊടുക്കുക. സെയിം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഇഫ് സെയിം എന്ന് പറയുന്ന ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി.
പേഴ്സണൽ ഡീറ്റെയിൽസിലെ ലാസ്റ്റ് വരുന്ന സെക്ഷൻ ആണ് ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് മോസ്റ്റ്ലി നിങ്ങൾ ആസ്പിറന്റിന്റെയോ അല്ലെങ്കിൽ ആസ്പിറന്റിന്റെ പേരന്റിന്റെയോ അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇൻ കേസ് അഡ്മിഷൻ വിഡ്രോ ചെയ്യുവാണ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുവാണ്, ഇൻ എനി കേസ് ഫീസ് നിങ്ങൾ അപ്ലൈ ചെയ്ത ഫീസ് റീഫണ്ട് ആവണമെങ്കിൽ ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസിലായിരിക്കും വരാം. അപ്പോൾ നിങ്ങളുടെ തന്നെയോ അല്ലെങ്കിൽ പേരൻസിന്റെയോ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആണ്. സോ പേഴ്സണൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അപ്പൊ ഓരോ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അത്രയും കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അക്കാഡമിക് സെക്ഷനിലെത്തി. ഇവിടെ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ശ്രദ്ധയോടെ തന്നെ കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ICSE ആണോ CBSE ആണോ സ്റ്റേറ്റ് ബോർഡ് ആണോ, ഏതാണ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ പഠിച്ചത് അത് സെലക്ട് ചെയ്യാം. അതേപോലെ അടുത്ത സെക്ഷൻ ആണ് റിസൾട്ട് സ്റ്റേറ്റസ്. സോ റിസൾട്ട് സ്റ്റേറ്റസിന് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് പാസ്ഡ്, അതായത് റിസൾട്ട് കിട്ടി പാസ്സായി എന്നുള്ളത് സെലക്ട് ചെയ്യാം. വേറെ റിസൾട്ട് അവൈറ്റഡ്. സോ ഇൻ കേസ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ടൈമിൽ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല, നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട്സ് അവൈറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ആക്കാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഗിവൺ ഫോർ റീവാലുവേഷൻ. സോ നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്ട് റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗിവൺ ഫോർ റീവാലുവേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ റിസൾട്ട് സ്റ്റേറ്റസിന്റെ അടിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് ബോർഡ് റോൾ നമ്പർ, പിന്നെ ഇയർ ഓഫ് പാസിംഗ്, പിന്നെ വരുന്നത് സ്കൂൾ ലാസ്റ്റ് അറ്റൻഡഡ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്കൂളിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, നെയിം ഓഫ് സ്കൂൾ, അതേപോലെ ടൈപ്പ് ഓഫ് സ്കൂൾ, അതായത് ഗവൺമെന്റ് സ്കൂളാണോ എയ്ഡഡ് ആണോ പ്രൈവറ്റ് ആണോ അങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ഓഫ് സ്കൂളിൽ വരുന്നത്. പിന്നെ സ്കൂൾ ലൊക്കേഷൻ, മീഡിയം ഓഫ് സ്റ്റഡി ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ അങ്ങനെ. ഓക്കെ, പിന്നെ ഹിന്ദി ലാംഗ്വേജ് നിങ്ങൾ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് സെക്ഷനിൽ സെലക്ട് ആക്കാം. ഓക്കെ, പിന്നെ ഫൈനലി അക്കാഡമിക് സെക്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവർ ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഹാവ് യു സ്റ്റഡീഡ് എനി ഓഫ് ദീസ് ലാംഗ്വേജസ്. അപ്പോൾ ബംഗാളി, പഞ്ചാബി, സംസ്കൃത്, ഉറുദു, അറബിക്, പേർഷ്യൻ ഈ ലാംഗ്വേജസ് ഏതെങ്കിലും നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. പക്ഷെ എല്ലാ ഓപ്ഷനും നിങ്ങൾ എന്തെങ്കിലും ഒരു റെസ്പോൺസ് അവിടെ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇൻ കേസ് ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്ലാസ് 10 വരെ അറബിക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു യെസ് ഓപ്ഷൻ കൊടുക്കുക. യെസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ വേറെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ആ ബോക്സിൽ നിങ്ങൾ ഏത് ക്ലാസ് വരെയാണ് അറബിക് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണ് ഏത് ക്ലാസ് വരെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതെന്ന് അവിടെ കൊടുക്കാം. അതേപോലെ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറബിക്കിന് കിട്ടിയ മാർക്സും എൻട്രി ചെയ്യാനുള്ള ഒരു ബോക്സ് ഓപ്പൺ ആകും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അക്കാഡമിക് സെക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അടുത്തത് വരുന്നത് എൻട്രൻസ് ആണ്. ഇതൊരു കമ്പൾസറി ആയിട്ടുള്ള ഒരു സെക്ഷൻ അല്ല, ഇത് ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ UGയുടെ അഡ്മിഷൻ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും മെറിറ്റ് ബേസ്ഡ് അഡ്മിഷന് ബൈ ഡീഫോൾട്ട് രജിസ്റ്റേർഡ് ആവുകയാണ്. അപ്പൊ എൻട്രൻസ്, അതേപോലെ സ്പോർട്സ്, ECA ഇതൊക്കെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഓപ്ഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് എൻട്രൻസിന്റെ നോക്കാം. ഓക്കെ, സോ എൻട്രൻസിൽ ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു വിഷ് ടു അപ്ലൈ ഫോർ അഡ്മിഷൻ ടു കോഴ്സസ് ബേസ്ഡ് ഓൺ എൻട്രൻസ് ടെസ്റ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 13 കോഴ്സസ് ആണ് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. സോ ആ കോഴ്സസിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി NTA നടത്തുന്ന എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് യെസ് കൊടുത്ത് നോക്കാം. ഓക്കെ, യെസ് കൊടുത്തു കഴിയുമ്പോൾ ഇത്രയും കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെ കോഴ്സ് ആണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BTech അത് എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അതേപോലെ ഫിസിയോതെറാപ്പി, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ ജേർണലിസം. ഓക്കെ, ജേർണലിസത്തിന് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ് എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. നോർമൽ BA ഓണേഴ്സ് ജേർണലിസം മെറിറ്റ് ബേസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് കോഴ്സസിന്റെ ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്. മ്യൂസിക് ആണെങ്കിലും ഓപ്ഷൻസ്, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ BA ഓണേഴ്സ് ബിസിനസ് എക്കണോമിക്സ്, BBA, BMS അതിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കോളേജസിനുള്ള പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ഇപ്പോൾ എൻട്രൻസ് ബേസ്ഡ് കോഴ്സസിന് മാത്രമേ കോളേജ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. മെറിറ്റ് ബേസ്ഡ് കോഴ്സസിന് ഇപ്പോൾ കോളേജ് ഓർ കോഴ്സ് സെലക്ഷൻ വന്നിട്ടില്ല. ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ എൻട്രൻസ് ടെസ്റ്റ് പ്രിഫറൻസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ കേരളത്തിൽ ട്രിവാൻഡ്രം മാത്രമാണ് സെന്റർ ആയിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ പ്രിഫറൻസ് 1, 2, 3, 4 4 പ്രിഫറൻസ് വരെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അടുത്ത സെക്ഷൻ സ്പോർട്സ് ആണ്. സോ ഇൻ കേസ് നിങ്ങൾ സ്പോർട്സ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. യെസ് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ യെസ് കൊടുത്ത സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, അങ്ങനെ സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ നേടുന്നുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് UG പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ ECA കോട്ട അല്ലെങ്കിൽ എൻട്രൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ടുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്തിട്ട് സ്പോർട്സ് കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ECA അതേപോലെ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും കാറ്റഗറീസ് ആണ് ഓപ്പൺ ആവും. സോ ടോട്ടൽ ഒരു 14 കാറ്റഗറീസ് ആണ് ECAയിൽ വരുന്നത്. ക്രിയേറ്റീവ് റൈറ്റിംഗ്, ഡാൻസ്, ഡിബേറ്റ്, ഡിജിറ്റൽ മീഡിയ, ഫൈൻ ആർട്സ്, അതേപോലെ NSS, NCC ഒക്കെ ECA കോട്ടയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ECAയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ECA കോട്ട വഴി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് താഴെ വരും. ഓക്കെ, ഇനി വരുന്നതാണ് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ, അതായത് അപ്ലോഡ്സ്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ മാർക്ക് ഷീറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ക്ലാസ് 10ന്റെ ബോർഡ് സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12 ബോർഡ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതും ഇവർ പറഞ്ഞ ആ ഒരു ഫയൽ സൈസും ഫോർമാറ്റും മാത്രമേ UG പോർട്ടൽ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇൻ കേസ് ഫയൽ സൈസ് അല്ലെങ്കിൽ ഫോർമാറ്റ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ആവില്ല. അപ്പോ നിങ്ങളുടെ ഫയൽ സൈസ് ഒക്കെ ഒന്ന് റീസൈസ് ആക്കി കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ ക്ലാസ് 12ന്റെ അറ്റസ്റ്റഡ് ബോർഡ് മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ട് മാർക്ക് ഷീറ്റ് ഇല്ലെങ്കിൽ കൂടി ഓൺലൈൻ ആയിട്ട് നിങ്ങളുടെ ബോർഡിന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലും മതി. ഓക്കെ, പിന്നെ ഇവിടെ താഴെ നടുക്കൊരു ഓപ്ഷൻ കാണാം, സേവ് ആൻഡ് കണ്ടിന്യൂ ലേറ്റർ. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സേവ് ആക്കാം. എന്നിട്ട് പേയ്മെന്റ് ഒന്നും നടത്താതെ പിന്നീട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ വെച്ച് നമ്മൾ കംപ്ലീറ്റ്ലി വെരിഫൈഡ് ആയി കറക്റ്റ് ആയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് നോക്കാം. അപ്പൊ അടുത്ത സെക്ഷനിൽ എന്തായാലും പ്രിവ്യൂ ആയിരിക്കും. പ്രിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ സെക്ഷൻസിന്റെയും ഒരു സമ്മറി പോലെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കും. അതായത് എങ്ങനെയാണോ ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവാം ആ ഒരു രീതിയിൽ പ്രിവ്യൂ കാണിക്കും. സോ അതിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നെക്സ്റ്റ് ഫൈനൽ സബ്മിഷനിലോട്ട് പോവാം. ഓക്കെ, സോ പ്രിവ്യൂ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഫൈനൽ സബ്മിഷന്റെ ടൈമിൽ ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആകും. സോ പേയ്മെന്റ് മോഡ് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ UPI അങ്ങനെ ഡിഫറെന്റ് ഓൺലൈൻ ബാങ്കിങ് മോഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്ത് ഏത് കാറ്റഗറി ആണോ അതിന്റെ ബേസിസിലുള്ള ഫീസ് ആയിരിക്കും വരാം. എൻട്രൻസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീസ് ആഡ് ചെയ്തിട്ട് വരും. ECA ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്ട്രാ അഡീഷണൽ ഫീസ് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പേയ്മെന്റ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് സേവ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പേയ്മെന്റ് ചെയ്തത് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ IDയിൽ ഒരു കൺഫർമേഷൻ ഇമെയിൽ കൂടി വരും. അപ്പോൾ പേയ്മെന്റിന്റെ ആ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഇമെയിൽ IDയിൽ അവർ അയച്ചു തരും. അപ്പൊ അതും സേവ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതോടുകൂടി ആക്ച്വലി നമ്മൾ UG ആപ്ലിക്കേഷന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. അപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസിനെ പറ്റിയിട്ട്. അപ്പം അക്കോമഡേഷൻ ഇപ്പൊ നമുക്കറിയാം DUല് തന്നെ ഫുൾ നേഷൻ വൈഡ് ആയിട്ടുള്ള ആൾക്കാർ പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പൊ അത്രയും വലിയൊരു ക്രൗഡാണ് അവിടെ വരുന്നത്. പക്ഷെ അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. സീറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഹോസ്റ്റൽസ് ഓഫർ ചെയ്യുന്ന ഒരു 20ഓളം കോളേജസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ലിസ്റ്റ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അതുപോലെ ഫീമെയിൽ മെയിൽ ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെ കോളേജസ് ആണ് ഹോസ്റ്റൽസ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു 20ഓളം കോളേജസ് ആണ് ഹോസ്റ്റൽസ് ഓഫർ ചെയ്യുന്നത്. ബാക്കി 2 യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഹോസ്റ്റൽസ് ആണ്.
ഓക്കെ. അപ്പോൾ ഹോസ്റ്റൽ ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ നമ്മളുടെ നോർമൽ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹോസ്റ്റലിന് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കും. അത് കോളേജ് വെബ്സൈറ്റ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിയുന്ന ഉടനെ നിങ്ങൾ കോളേജ് വെബ്സൈറ്റ്സ് റെഗുലർലി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ അതേപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളും കോളേജ് വെബ്സൈറ്റ്സ് റെഗുലർലി വിസിറ്റ് ചെയ്യാം. പിന്നെ ആവറേജ് ഫീസ്, ഒരു കോളേജ് ഹോസ്റ്റലിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഒരു ആവറേജ് ഫീസ് വരുന്നത് 60,000 to 80,000 ആണ് പെർ ഇയർ. ഓക്കെ, ആനുവൽ ഫീസ് ആണ് അറൌണ്ട് ഒരു 80,000 ആണ് വരുന്നത്. ജോയിൻ ചെയ്യുന്ന ടൈമിൽ യൂഷ്വലി ഒരു 5,000 ഡെപ്പോസിറ്റും കൂടെ അടയ്ക്കേണ്ടി വരാറുണ്ട്. ഓക്കെ, പിന്നെ ഇത്രയും ഫീസ് നമ്മൾ അടയ്ക്കേണ്ടത് മന്ത്ലി ബേസിസിലല്ല, 2 സെമിസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫീസ് അടയ്ക്കുന്നത്. സോ ആദ്യം ഒരു ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും, പിന്നെ അടുത്ത സെമിസ്റ്ററിൽ അടുത്ത ഫീസ് അടയ്ക്കും. സോ അങ്ങനെ 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കുന്നത്. അപ്പൊ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീസ് ആയിരിക്കും. അതായത് നിങ്ങളുടെ മെസ് ഫീസ്, അതായത് നിങ്ങളുടെ ഫുഡിന്റെ ചാർജും അതേപോലെ കറന്റ്, ഇലക്ട്രിസിറ്റി, വാട്ടർ എല്ലാത്തിനെയും ചാർജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫീസ് ആയിരിക്കും ഹോസ്റ്റൽ ഫീസിൽ വരാം. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ടി വരാറില്ല. ഓക്കെ, അപ്പൊ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫീസ് ആണ്. ഒരു വർഷത്തെ ഫീസ് ആണ് അറൌണ്ട് 80,000. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഫീസ് സ്ട്രക്ചർ വേണമെങ്കിൽ ആ ഒരു റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളേജ് വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഹോസ്റ്റൽസിലാണെങ്കിൽ സീറ്റ് വളരെ കുറവാണ്. അപ്പൊ എങ്ങനെയാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ വരുന്ന ഒരു ക്രൂഷ്യൽ ഫാക്ടർ മെറിറ്റ് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഹോസ്റ്റൽ അഡ്മിഷൻസും മെറിറ്റ് ബേസ്ഡ് ആണ്. യൂഷ്വലി നമ്മൾ ട്രെൻഡ് കാണുന്നത് ഫസ്റ്റ് കട്ട് ഓഫിൽ തന്നെ ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിലും സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പേരൊക്കെയാണ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാറ്. അപ്പൊ അതും എനിവേ നിങ്ങൾ ഹോസ്റ്റലിന് വേണ്ടി ട്രൈ ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി കോളേജ് ഹോസ്റ്റൽസ് വരുന്നത് ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, പിന്നെ ഹോസ്റ്റൽ ബേസ്ഡ് അഡ്മിഷനിൽ കാറ്റഗറി വൈസ് റിസർവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് SC ST PWD റിസർവേഷൻസ് ഹോസ്റ്റൽസ് ഉണ്ടാവാറുണ്ട്. പിന്നെ അവർ ഡിസ്റ്റൻസും ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളവർക്ക് ഒരു ചെറിയ പ്രയോറിറ്റി പോലെ അതും അവരൊരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എപ്പോഴും മെയിൻ ആയിട്ട് വരുന്നത് മെറിറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ, ഇൻ കേസ് നിങ്ങൾക്ക് കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ, അതും മിക്ക സ്റ്റുഡൻസും താമസിക്കുന്നത് പുറത്തുള്ള PGസിലും ഫ്ലാറ്റ്സിലുമാണ്. അപ്പോൾ ഏത് കോളേജ് എടുത്താലും അതിന്റെ ചുറ്റുമുള്ള ഏരിയാസ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും. ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടും പല ഓർഗനൈസേഷൻസും നടത്തുന്ന ഹോസ്റ്റൽസും ഫ്ലാറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനും ഒരു ആവറേജ് ആയിട്ടുള്ള മന്ത്ലി എക്സ്പെൻസ് വരുന്നത് 8,000 to 10,000 ആണ്. പക്ഷെ ഇത് വളരെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ്. കാരണം ഡൽഹിയിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രോപ്പർട്ടി റേറ്റ്സ് വളരെ അധികം തന്നെയാണ്. അപ്പം ഇറ്റ് ഡിപ്പെൻസ്, നിങ്ങൾ ഡൽഹിയിൽ തന്നെ ഏത് ഭാഗത്താണ് താമസിക്കുന്നത് എന്നും ഈ ഒരു അമൗണ്ടിനെ എഫക്ട് ചെയ്യും. ഓക്കെ, സോ ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് മാത്രമാണ് 8 to 10K. ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ എടുത്ത് ഷെയറിംഗ് ബേസിസിൽ താമസിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അതേസമയം ചില പ്രൈവറ്റ് PGസിലൊക്കെ ഈ എമൗണ്ട് വളരെ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾ ഡൽഹിയിൽ താമസിക്കുന്ന ഏരിയ, അതേപോലെ ടൈപ്പ് ഓഫ് അക്കോമഡേഷൻ ഒക്കെ വെച്ച് ഈ ഒരു എമൗണ്ട് ഡിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിവേ കോളേജ് ഹോസ്റ്റൽസ് ഇത്രയും 20 കോളേജസ് ആണ് ഓഫർ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് ഈ ഒരു 2 ഹോസ്റ്റൽസ് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഇനിയുള്ളത് Q&A സെഷൻ ആണ്. സോ ചാറ്റ് ബോക്സിൽ വന്ന ക്വയറീസ് നമുക്ക് ഡീൽ ചെയ്യാവുന്നതാണ്. അതേപോലെ സിനാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പാർട്ട് ടൈം ആയിട്ടുള്ള കോഴ്സസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർട്ട് ടൈം കോഴ്സസ് ഓഫർ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ആസ് എ ഹോൾ അല്ല, അത് ഓരോ കോളേജസ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ പാർട്ട് ടൈം കോഴ്സസിനെ പറ്റി, അതായത് ഷോർട്ട് ടേം ആയിട്ട് ഒരുപാട് കോഴ്സസ് ഓഫർ ചെയ്യുന്ന കോളേജസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഒരു റെസ്പെക്റ്റീവ് കോളേജ് വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ മൈത്രിയുടെ യൂട്യൂബ് ചാനലിലും ഷോർട്ട് ടേം കോഴ്സസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. സോ അതും നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ റൺ ത്രൂ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മാർക്സ് എൻറ്റർ ചെയ്യുന്ന ടൈമിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ C മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ ചെയ്യാൻ പറ്റാം? ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ അക്കാഡമിക് സെക്ഷന്റെ അവിടെ അപ്ഡേറ്റ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നിങ്ങൾ എൻറ്റർ ചെയ്ത മാർക്സ് മാത്രം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ എൻറ്റർ ചെയ്ത മാർക്സ് മാത്രം അക്കാഡമിക് സെക്ഷൻ മാത്രം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഡക്ഷൻസിനെ പറ്റി. അപ്പോൾ ഡിഡക്ഷൻ മെയിൻലി പറയുന്നത് സ്ട്രീം ചേഞ്ചിന് ആസ് സച്ച് ഒരു ഡിഡക്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങൾ +2 പഠിച്ചിട്ടില്ലെങ്കിൽ 2.5% ഡിഡക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സ്. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉള്ള ലിങ്ക് ഗ്രൂപ്പിൽ അതേപോലെ ചാറ്റ് ബോക്സിലും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. യൂഷ്വലി BA ഓണേഴ്സ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സസിന് ഇപ്പം എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി അങ്ങനത്തെ സബ്ജക്ട്സിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, പക്ഷെ 12th പഠിച്ചിട്ടില്ലെങ്കിൽ 2.5% ഡിഡക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റി സെലക്ട് ചെയ്താൽ സ്റ്റീഫൻസ് മാത്രമാണോ അപ്ലൈ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഇല്ല. സ്റ്റീഫൻസിൽ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ക്ലാരിഫിക്കേഷൻ തരാനുള്ളത് ECA സ്പോർട്സ് കോട്ടയെ പറ്റിയാണ്. അപ്പോൾ ECA സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇതൊരു എക്സ്ട്രാ മാർക്കായിട്ടോ അല്ലെങ്കിൽ ECA അപ്ലോഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റിൽ ഒരു പ്രയോറിറ്റിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ECA സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോട്ട ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. സോ അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ പോയിന്റ്സ് അനുസരിച്ചിട്ടായിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. സോ യൂഷ്വലി നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ പോയിന്റ്സ്. അവരാണ് കൂടുതൽ ഹയർ റാങ്കിൽ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, മറ്റൊരു ക്വറി ഞാൻ കണ്ടത് BFS ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ, അതായത് August 31 വരെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിന്റെ മാർക്ക് കറക്റ്റ് ഫോർമാറ്റിൽ, അതായത് ഇന്റേണൽ ഒഴിവാക്കി C മാർക്ക് അവോയ്ഡ് ചെയ്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഫ്രം +2, തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഫ്രം സെക്കൻഡ് ഇയർ മാത്രമായിട്ട് എൻറ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് മാത്രം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. BFS കാൽക്കുലേഷൻ ഒക്കെ കട്ട് ഓഫിന് ശേഷമായിരിക്കും വരാം. ഓക്കെ, വേറെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി. ECA കോട്ട അതേപോലെ എൻട്രൻസ്, സ്പോർട്സ് ഒക്കെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കോട്ട ബേസ്ഡ് അഡ്മിഷൻ ആണ്. പക്ഷെ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും മെറിറ്റ് ബേസ്ഡിൽ രജിസ്റ്റേർഡ് ആണ്. സോ നിങ്ങൾ ECA കൊടുത്തത് കൊണ്ട് മെറിറ്റ് ബേസിൽ പരിഗണിക്കില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മെറിറ്റ് ബേസ്ഡിലും പരിഗണിക്കും. ഓക്കെ, ഒന്നുകൂടെ ക്ലാരിഫൈ ആക്കുവാണ്. NSS, NCC അതേപോലെ ECA സ്പോർട്സിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഒന്നെങ്കിൽ യു ക്യാൻ വെയിറ്റ്, August 31 വരെ ടൈം ഉണ്ട്. സോ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, വേറെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. +2 എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട് പക്ഷെ മാത്സ് പഠിച്ചിട്ടില്ല. അപ്പോൾ BA ഓണേഴ്സ് എക്കണോമിക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന്? അത് പറ്റില്ല.
BA ഓണേഴ്സ് എക്കണോമിക്സിനും BCom ഓണേഴ്സിനും മാത്സ് കമ്പൾസറി ആയിട്ട് വരുന്നുണ്ട്. സോ മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവില്ല. ഓക്കെ, വേറൊരു ആസ്പിറന്റ് ചോദിച്ചിട്ടുണ്ട് കോളേജസ് കട്ട് ഓഫ് എപ്പോഴാണ് റിലീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇപ്പൊ നമുക്കറിയാം August 31 വരെയാണ് ബേസിക് ആയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലൊക്കെ ആകും കട്ട് ഓഫ്സ് റിലീസ് ചെയ്യാം. എനിവേ വറി ആകണ്ട, എപ്പോഴാണ് ഇവർ കട്ട് ഓഫ് റിലീസ് ചെയ്യാന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടും. അതായത് ഫസ്റ്റ് കട്ട് ഓഫ്, സെക്കൻഡ് കട്ട് ഓഫ്, തേർഡ് കട്ട് ഓഫ്, അങ്ങനെ ഓരോ കട്ട് ഓഫ്സ് ഏത് ഡേറ്റ്സിലാണ് വരുന്നത്, ഓരോ കട്ട് ഓഫിനിടയിൽ എത്ര ടൈം ആണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. പിന്നെ വേറൊരു ക്ലാരിഫിക്കേഷൻ കൂടി, ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിൽ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റും കമ്പൾസറി ആണെന്നല്ല. ബേസിക് ആയിട്ട് വരുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, പിന്നെ ക്ലാസ് 10 and 12 മാർക്ക് ഷീറ്റ്സ്, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്ന സർട്ടിഫിക്കറ്റ്സ്. ബാക്കി സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കാറ്റഗറി വൈസ് അനുസരിച്ച്, അല്ലെങ്കിൽ PCA കോട്ട, സ്പോർട്സ് കോട്ട, എൻട്രൻസ്, അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, കട്ട് ഓഫ് എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും. പക്ഷെ അതിപ്പോഴല്ല, സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴാണ് യൂണിവേഴ്സിറ്റി കട്ട് ഓഫ് റിലീസ് ചെയ്യുക. സോ ആ ഒരു ടൈമിൽ എല്ലാ കോളേജിന്റെയും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസിന്റെ ഒക്കെ കട്ട് ഓഫ് ഉള്ള ഒരു ഡീറ്റെയിൽഡ്, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ്, ഒരു ഡോക്യുമെന്റ് പോലെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതേപോലെ ഫസ്റ്റ് കട്ട് ഓഫ്, സെക്കൻഡ് കട്ട് ഓഫ്, തേർഡ് കട്ട് ഓഫ്, അങ്ങനെ ഏകദേശം ഒരു 7-8 കട്ട് ഓഫ്സ്, അത് കഴിഞ്ഞിട്ടും സ്പെഷ്യൽ ഡ്രൈവ് കട്ട് ഓഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കട്ട് ഓഫ്സ് റിലീസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കട്ട് ഓഫിൽ തന്നെ ഇൻ കേസ് ഒരു കോളേജിൽ സീറ്റ് ഫിൽ ആവുകയാണെങ്കിൽ അവർ പിന്നെ സെക്കൻഡ് കട്ട് ഓഫ് ഇടില്ല. അപ്പോൾ സബ്സീക്വന്റ് ആയിട്ട് വരുന്ന കട്ട് ഓഫ്സ് സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും. ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നത് എലിജിബിലിറ്റിയെ പറ്റിയാണ്. അപ്പോൾ ഓരോ കോഴ്സിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ പേഴ്സണൽ ആയിട്ട് ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിന്റെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് എലിജിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, വേറൊരു സ്റ്റുഡന്റ് ചോദിച്ചിട്ടുണ്ട് +2 മാത്സ് പഠിച്ചിട്ടില്ല, പക്ഷെ BCom ഓണേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ വിത്ത് ഈക്വലൻസി? അത് പറ്റില്ല. കമ്പൾസറി ആയിട്ട് +2 മാത്സ് പഠിച്ചിരിക്കണം. BCom ഓണേഴ്സിനും എക്കണോമിക്സ് ഓണേഴ്സിനും മാത്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമ്പസ് പ്ലേസ്മെന്റ്സിനെ കുറിച്ചിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേസ്മെന്റ്സ് യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടോപ്പ് കോളേജസ് നല്ല പ്ലേസ്മെന്റ് സെൽസ് ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലേസ്മെന്റ് സെല്ലിൽ, അതായത് അഡ്മിഷന് ശേഷം നമ്മൾ ആ പ്ലേസ്മെന്റ് സെല്ലിൽ സൈൻ അപ്പ് ചെയ്യുവാണെങ്കിൽ അവരുടെ റെഗുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഗൈഡ് ലൈൻസും ഓറിയന്റേഷനും ഒക്കെ പ്ലേസ്മെന്റ് സെല്ല് വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്ലേസ്മെന്റ്സിനോടൊപ്പം ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഈ സെല്ല് വഴി കിട്ടുന്നുണ്ടാവും. അതേപോലെ വേറൊരു ക്വറി വന്നത് സെൽഫ് അറ്റസ്റ്റേഷനെ പറ്റിയാണ്. അപ്പോൾ ഡോക്യുമെന്റ്സിലെ ക്ലാസ് 10, 12 സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ ECA സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി വേണം നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. അപ്പൊ സെൽഫ് അറ്റസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് പേരും സിഗ്നേച്ചറും ഡേറ്റും ഇട്ടാൽ മതിയായിരിക്കും. സ്കോളർഷിപ്സിനെ പറ്റി ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ DU ആസ് സച്ച് ഒരു സ്കോളർഷിപ്പ് അങ്ങനെ കൊടുക്കുന്നില്ല. പക്ഷെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ ഒരു റെസ്പെക്റ്റീവ് കോളേജ് ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കോളേജ് വെബ്സൈറ്റ് പോയാൽ നിങ്ങൾ അവർ ഓഫർ ചെയ്യുന്ന സ്കോളർഷിപ്സ് ആയാലും ഫ്രീ ഷിപ്സ് ആയാലും അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കും.
സോ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ കോളേജിലുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഫ്രീ ഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ DU അങ്ങനെ ഹോൾ ആയിട്ട് ഒരു സ്കോളർഷിപ്പും ഓഫർ ചെയ്യുന്നില്ല. ബാക്കി നോർമലി ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കോളർഷിപ്സിനൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീറ്റ് ലിസ്റ്റ്, അതേപോലെ ഓരോ കോഴ്സസിനും കോളേജ് അവര് മേടിക്കുന്ന ഫീസ്, അതേപോലെ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുവാണെങ്കിലും ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, BA എക്കണോമിക്സ് പ്രോഗ്രാമിന് മാത്സ് കമ്പൾസറി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. BA പ്രോഗ്രാം കോഴ്സിന് മാത്സ് കമ്പൾസറി ആയിട്ട് വരുന്നില്ല. BA ഓണേഴ്സ് എക്കണോമിക്സിനാണ് മാത്സ് കമ്പൾസറി ആയിട്ടുള്ളത്. ഓക്കെ, വീണ്ടും ഒരുപാട് പേര് ചോദിക്കുന്നത് +2 മാർക്ക് മാത്രമാണോ കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പം വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യുവാണ്, ഏത് ബോർഡ് ആണെങ്കിലും, കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും CBSE ആണെങ്കിലും ICC ആണെങ്കിലും നിങ്ങളുടെ +2 സെക്കൻഡ് ഇയർ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്സ് മാത്രമാണ് DU കൺസിഡർ ചെയ്യുക. അപ്പൊ മാർക്ക് എൻറ്റർ ചെയ്യുന്ന ടൈമിലും +2 തിയറി ആൻഡ് പ്രാക്ടിക്കൽ മാർക്സ് മാത്രം എൻറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഓക്കെ, മറ്റൊരു ക്വറി വന്നത് ഫസ്റ്റ് കട്ട് ഓഫിൽ നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം, അതായത് ഫസ്റ്റ് കട്ട് ഓഫിൽ നമ്മൾ ഒരു കോളേജിൽ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തു, അഡ്മിഷൻ കിട്ടി, പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു കട്ട് ഓഫിനുള്ളിൽ നമുക്ക് ഒരു കോളേജിലെ ഒരു കോഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് കട്ട് ഓഫിൽ എടുത്ത ആ ഒരു കോളേജും കോഴ്സും നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഒരു ഫ്രഷ് അപ്ലിക്കേഷൻ പോലെ വെക്കണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്ത അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് വേണം അടുത്ത കോഴ്സ് ആൻഡ് കോളേജ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ. ഓക്കെ, ഓക്കെ, സബ്ജക്ട്സിന്റെ എലക്ടീവ് ആൻഡ് കോർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരള സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ മലയാളം, അറബിക്, ഹിന്ദി എലക്ടീവ് സബ്ജക്ട്സ് ആണ്. ഇംഗ്ലീഷ് ആണ് കോർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ട് BA ഓണേഴ്സ് എക്കണോമിക്സ് കമ്പൾസറി ആണോ എന്നുള്ളത്. അപ്പം അങ്ങനെ കമ്പൾസറി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല എക്കണോമിക്സ് വരുന്നത്. പക്ഷെ ഇൻ കേസ് നിങ്ങൾ +2 എക്കണോമിക്സ് പഠിച്ചിട്ടില്ല, പക്ഷെ എക്കണോമിക്സിനാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2.5% ഡിഡക്ഷൻ വരും. ഓക്കെ, ഇവിടെ മാത്സ് ആണ് ഒരു കമ്പൾസറി സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കാണുന്ന മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എലിജിബിലിറ്റിയെ പറ്റിയിട്ടാണ്. എലിജിബിലിറ്റി, ഫീസ്, കോഴ്സ് സ്ട്രക്ചർ അതിനൊക്കെ പറ്റിയിട്ടാണ് ക്വറീസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെബിനാർ നിങ്ങൾക്ക് അത്യാവശ്യം DU-നെ പറ്റിയും അതേപോലെ മൈത്രിയെ പറ്റിയും ഈ ഒരു UG ആപ്ലിക്കേഷൻ പോർട്ടൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതേപോലെ more updates you can follow Maitri social media handles. Instagram-ലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ട്വിറ്ററിലായാലും റെഗുലർ ആയിട്ടുള്ള നമ്മൾ അപ്ഡേറ്റ്സ്, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മൈത്രിയുടെ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെബിനാർ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അഡ്മിഷൻസ്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ നമ്പേഴ്സും ഡീറ്റെയിൽസും ഓൾറെഡി ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഇനി വരുന്ന ക്വയറീസ് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ്സിലൊക്കെ
ക്ലാരിഫൈ ആക്കാവുന്നതാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു.